Dear students, welcome to this class on the subject of fluid mechanics. So today in this class, flow through pipes. Flow through pipes means what is meant by a pipe and what are the energy losses when a liquid is flowing through a pipeline, and two famous equations to find out the energy loss, friction loss, that is Darcy's equation and Chase's equation, and some other losses. So, you know what is a pipeline? A pipe. A pipe means a closed conduit having a closed perimeter through which liquid is flowing under pressure. ഇതാണ് പൈപ്പ് എന്ന് പറയുന്നത്. ഒരു പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് കോൺഡ്യൂട്ട്, ഒരു പെരിമീറ്റർ ഉള്ള ക്ലോസ്ഡ് കോൺഡ്യൂട്ട്. നമ്മളെ സാധാരണ വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടി റൂഫിൻ്റെ മേലെ വെച്ചിരിക്കുന്ന ഒരു പാത്തിയുണ്ട്, പൈപ്പ് കട്ട് ചെയ്തിട്ട് വെക്കുന്നത്. ദാറ്റ് ഇസ് നോട്ട് എ പൈപ്പ്, ദാറ്റ് ഇസ് എ ചാനൽ. എ ക്ലോസ്ഡ് കോൺഡ്യൂട്ട് ആയിരിക്കണം, ക്ലോസ്ഡ് പെരിമീറ്റർ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു കോൺഡ്യൂട്ട്, അതിലെ കൂടി ലിക്വിഡ് ഈസ് ഫ്ലോയിങ്, ദെൻ ദ ഫ്ലോ ഈസ് അണ്ടർ പ്രഷർ. അതിനെയാണ് പൈപ്പ് എന്ന് പറഞ്ഞത്. സോ വിച്ച് ഈസ് യൂസ്ഡ് ടു ക്യാരി ഫ്ലൂയിഡ് അണ്ടർ പ്രഷർ ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്, ദാറ്റ് ഈസ് കോൾഡ് പൈപ്പ്. ദ ഫ്ലൂയിഡ് ഫ്ലോയിങ് ഇൻ ദ പൈപ്പ് ഈസ് ഓൾവേസ് സബ്ജക്റ്റഡ് ടു റെസിസ്റ്റൻസ്. ഒരു പൈപ്പിനകത്തുകൂടി ഒരു ഫ്ലൂയിഡ്, ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അതിനെന്തുണ്ടാവും? ഷിയർ സ്ട്രെസ് ബിറ്റ്വീൻ ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസും പൈപ്പിൻ്റെ ഇൻസൈഡ് സർഫസും തമ്മിലുള്ള ഷിയർ സ്ട്രെസ് ഉണ്ടാവും. ആ ഷിയർ സ്ട്രെസ് കാരണം ഈ ഫ്ലോൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും, എ റെസിസ്റ്റൻസ് വിച്ച് ഒപ്പോസ് ദി ഫ്ലോ. ആ റെസിസ്റ്റൻസ് കാരണം ഈ ഫ്ലോയിങ് ലിക്വിഡിൻ്റെ എനർജി നഷ്ടപ്പെടും. ബിക്കോസ് ഇതിന് ഫ്ലോ ചെയ്ത് ഒഴുകി മുന്നോട്ട് പോകണമെങ്കിൽ ആ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യണം. അപ്പോൾ ആ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ എനർജി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. സോ വെൻ എ ലിക്വിഡ് ഈസ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ്, ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു റെസിസ്റ്റൻസ് ഡ്യൂ ടു ഷിയർ ഫോഴ്സസ് ബിറ്റ്വീൻ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ആൻഡ് സർഫസ് ഓഫ് ദ പൈപ്പ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. So due to this frictional resistance, the energy, a certain amount of energy possessed by the flowing liquid will be lost to overcome this friction. അപ്പോൾ അതാണ് നമുക്ക് എടുക്കുന്നത്. വാട്ട് ആർ ദ എനർജി ലോസസ് ഇൻ പൈപ്പ്? എനർജി ലോസസ് ഇൻ പൈപ്പ് മെയിനായിട്ട് രണ്ട് കാറ്റഗറിയാണ്, മേജർ എനർജി ലോസസ് ആൻഡ് മൈനർ എനർജി ലോസസ്. ഏറ്റവും കൂടുതൽ എനർജി നഷ്ടപ്പെടുന്നത് ഒരു കാരണം കൊണ്ടാണ്. എന്ത് കാരണം കൊണ്ടാണ്? ഈ പൈപ്പിനകത്തുകൂടി ഒഴുകിപ്പോകുന്ന ഫ്ലൂയിഡും പൈപ്പിൻ്റെ ഇൻസൈഡ് സർഫസും തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണം. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ എനർജി പോകുന്നത്, നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അതിനെയാണ് മേജർ ലോസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഓൺലി വൺ മേജർ ലോസ്. പിന്നെ മൈനർ എനർജി ലോസസ്, അത് മറ്റ് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ലോസസ് ഇൻ പൈപ്പ് ഫ്ലോ, വെൻ എ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് ലൈൻ, the fluid experiences some resistance due to which some energy of the fluid is lost. The loss of energy in pipeline is classified under two headings, major energy loss and minor energy loss. So what is major energy loss? Major energy loss means the fluid flowing in the pipe is always subjected to resistance due to shear forces between the fluid particles and the boundary wall or the inside surface of the pipe and between the fluid particles themselves, resulting from the viscosity of the fluid. Fluid തമ്മിലും ഉണ്ടാവും, അതിൻ്റെ വിസ്കോസിറ്റി കാരണം ഫ്ലൂയിഡ് തമ്മിലും ഉണ്ടാവും ഒരു ഷിയർ റെസിസ്റ്റൻസ്. അപ്പോൾ അതൊക്കെ കൂടി ഉള്ള ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്, അതാണ് മേജർ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ മേജർ ലോസ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഹെഡ് ഓർ എനർജി ഡ്യൂ ടു ഫ്രിക്ഷൻ. ഓക്കെ, ദെൻ മൈനർ ലോസസ്. മൈനർ ലോസസ് എന്ന് പറഞ്ഞാൽ മറ്റ് പല കാരണങ്ങളും കൊണ്ടുണ്ടാകുന്നത്. ഈ ഫ്രിക്ഷൻ കാരണം അല്ലാതെ ഫ്ലൂയിഡ് പൈപ്പിലേക്ക് കൂടി ഫ്ലോ ചെയ്ത് പോകുമ്പോൾ ഏതൊക്കെ വിധത്തിൽ എനർജി ലോസ് ഉണ്ടാകുന്നുണ്ടോ അതൊക്കെ മൈനർ ലോസസ് ആണ്. അതൊക്കെ മൈനർ ലോസസ് എന്ന് പറയാൻ കാരണം അതുവഴി ഉണ്ടാകുന്ന എനർജി ലോസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈ ഫ്രിക്ഷൻ ലോസുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നെഗ്ലിജിബിളാണ്. അത് പെട്ടെന്ന് എൻലാർജ്മെൻറ്റ് ഉണ്ടാവും, പെട്ടെന്ന് കോൺട്രാക്ഷൻ ഉണ്ടാവും, എന്തെങ്കിലും ഫ്ലോയിൽ വല്ല ഒബ്സ്ട്രക്ഷൻ ഇൻ ദി പാത്ത് ഓഫ് ഫ്ലോ അതുകൊണ്ടുണ്ടാവുക. അതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന എനർജി ലോസ് ഫ്രിക്ഷൻ ലോസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിളാണ്. അതുകൊണ്ട് ഫ്രിക്ഷൻ ലോസ് അല്ലാതെയുള്ള ബാക്കി എല്ലാ എനർജി ലോസും മൈനർ ലോസ് എന്ന കാറ്റഗറിയിലാണ് പെടുത്താറ്. ഓക്കെ, ദ മൈനർ ലോസസ് ഏതൊക്കെയാണ്? അതിൻ്റെ പേര് പഠിക്കണം. ഏതൊക്കെയാണ് മൈനർ ലോസസ്? ഒന്ന്, ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെൻറ്റ്.
സഡൻ എൻലാർജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പിലേക്ക് കൂടി പോകുന്നു വെള്ളം, പെട്ടെന്ന് വലിയൊരു ഏരിയയിലേക്ക് പോകുന്നു. നമ്മൾ ചില തോടൊക്കെ കാണാം, തോട്ടിലേക്ക് കൂടി വെള്ളം ഒഴുകിപ്പോയി ഈ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തുമ്പോൾ ഏരിയ പെട്ടെന്ന് കുറയും. അങ്ങനെ പെട്ടെന്ന് ഒരു പെട്ടെന്ന് വലുതാവും. അപ്പോൾ എന്ത് വരും, ഈ സൈഡിലൊക്കെ എഡി കറൻസ് ഫോം ചെയ്യും. മറ്റൊന്ന് സഡൻ കോൺട്രാക്ഷൻ മീൻസ് പെട്ടെന്ന് ഏരിയ കുറയാം. ഒരു ഏരിയയിൽ ക്രോസ് സെക്ഷനിൽ ഫ്ലോ ചെയ്ത് പോയി, പെട്ടെന്ന് അതിൻ്റെ സഡൻലി ഇത് ഏരിയ ഈസ് റെഡ്യൂസ്ഡ് ടു എ സ്മോളർ ഏരിയ, ദാറ്റ് ഈസ് സഡൻ കോൺട്രാക്ഷൻ. ലോസ് ഓഫ് ഹെഡ് അറ്റ് ദ എൻട്രൻസ് ഓഫ് എ പൈപ്പ്. ഒരു ടാങ്കിൽ നിന്ന് ആ ടാങ്കിന് ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടാങ്കിൽ നിന്ന് ഈ പൈപ്പിനകത്തേക്ക് വാട്ടർ കടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എൻട്രൻസിൽ ഉണ്ടാവുന്ന കുറച്ച് ലോസ് ഉണ്ടാവും. ദെൻ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു എക്സിറ്റ് ഓഫ് എ പൈപ്പ്. പൈപ്പിൻ്റെ എക്സിറ്റ് നിന്ന് വെള്ളം അങ്ങ് പോകുന്നു. ഇപ്പോൾ നമ്മളൊക്കെ ഗാർഡനിങ് ചെയ്യുന്നു, തോട്ടത്തിലൊക്കെ വെള്ളം അടിക്കുമ്പോൾ പൈപ്പ് പിടിച്ചടിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും എൻഡിൽ ആ ഫ്ലോന് ഒരു വെലോസിറ്റി ഉണ്ട്. അപ്പോൾ അത് വാട്ടർ ഫ്ലോ ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് അങ്ങ് പോയി, അത് പുറത്തേക്ക് പോയി, ഗ്രൗണ്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ എത്ര വെലോസിറ്റി ഉണ്ട് അത്രയും v²/2g വെലോസിറ്റി എനർജി അത്രയും നമുക്ക് ലോസാണ്, എക്സിറ്റ് ലോസാണ്. അത്ര എനർജി പോയി അത്, ദാറ്റ് ഈസ് എക്സിറ്റ് ലോസ്. മറ്റൊന്ന് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഒബ്സ്ട്രക്ഷൻ, തടസ്സങ്ങൾ. ഈ പൈപ്പിലെ വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുമ്പം അത് പൈപ്പിനകത്ത് എന്തെങ്കിലും മരക്കഷ്ണങ്ങളോ തവളയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ആ ഒബ്സ്ട്രക്ഷനിൽ വെള്ളം തട്ടി പിന്നെ അങ്ങ് പോകുന്നു. അപ്പോൾ അവിടെയൊക്കെ എനർജി ലോസ് സംഭവിക്കും. ബെൻഡ്, നേരെ പോകുന്ന പൈപ്പ്, ആ പൈപ്പിനെ നേരെ തിരിച്ച് നമ്മൾ ബെൻഡിട്ട് നേരെ തിരിച്ചു വിട്ടു. അപ്പോൾ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ, ഒരു ചേഞ്ച് വന്നു. ആ ചേഞ്ച് വരുമ്പോൾ കുറച്ച് എനർജി ലോസ് ഉണ്ടാവും. പിന്നെ പല പൈപ്പ് ഫിറ്റിങ്സ് ഉണ്ടാവും പൈപ്പ് ലൈനിൽ, എൽബോ, ബെൻഡ്, അതുപോലെ തന്നെ ടി കണക്ഷൻ, ജോയിൻറ്റ്, ക്രോസ്, ഒരുപാട് പൈപ്പ് ഫിറ്റിങ്സ്, വാൽവ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഫിറ്റിങ്സിലൊക്കെ എത്തുന്ന സമയത്ത് ഈ ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദി ഫ്ലോ ചേഞ്ച് ചെയ്യും. അത് ചേഞ്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോസൊക്കെ വരും. ഇപ്പോൾ വേരിയസ് ഫിറ്റിങ്സ് കാരണം. ഇതൊക്കെയാണ് മൈനർ ലോസസ്. ഇപ്പോൾ ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ഫ്രിക്ഷൻ, അതാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. അതെടുക്കാം നമുക്ക്. അതാണ് ഒരേ ഒരു മേജർ ലോസ് എന്ന് പറയുന്നത്, ലോസ് ഓഫ് ഹെഡ് ഓർ എനർജി ഡ്യൂ ടു ഫ്രിക്ഷൻ ലോസ്. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഉള്ള ലോസ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. ഇതിനെപ്പറ്റി കൂടുതലല്ല, എൻ്റെ ഇക്വേഷൻ, പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ ഡാർസി-വീസ്ബാക്ക് ഇക്വേഷൻ എന്ന് പറയും. സോ ഡാർസിസ് ഇക്വേഷൻ മീൻസ് ഇറ്റ് ഈസ് എൻ ഇക്വേഷൻ യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് എനർജി ഓർ ഹെഡ് ലോസ്റ്റ് ഡ്യൂ ടു ഫ്രിക്ഷൻ വെൻ ലിക്വിഡ് ഈസ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് ലൈൻ. എന്താണ് ഇക്വേഷൻ? HF ഈസ് ഈക്വൽ ടു 4FL v²/2gd. What is HF? HF is nothing but head lost due to friction. ഫ്രിക്ഷൻ കാരണം നഷ്ടപ്പെട്ടു പോകുന്ന ഹെഡ്, അതാണ് HF is equal to 4FL. What is F? F is the Darcy's coefficient of friction. അതൊക്കെ പ്രോബ്ലത്തിൽ തരും. Darcy's coefficient of friction. L is the length of the pipe and V is the velocity of flow divided by 2gd. What is d? Diameter of the pipe line. ഇതാണ് ഫേമസ് ആയിട്ടുള്ള ഡാർസിസ് ഇക്വേഷൻ. എഫ് തന്നില്ലെങ്കിൽ കാണാനുള്ള എംപറിക്കൽ റിലേഷൻസ് ആണ് സ്ലൈഡിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരില്ല. എഫ് ഒക്കെ ഡാർസിസ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ പ്രോബ്ലത്തിൽ തരും. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ആയിരിക്കണം. ഡാർസിസ് ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദി ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. HF ഈസ് ഈക്വൽ ടു 4FL v²/2gd. ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് വേണം, സിലബസിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ ഞാനത് ഈ സ്ലൈഡിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കുക. ഒരു കൺട്രോൾ വോളിയം എടുത്ത് ചെയ്യുന്നതാണ്. P1 സെക്ഷൻ 1, P2 പ്രഷർ അറ്റ് സെക്ഷൻ 2, ദെൻ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് F, അതൊക്കെ എടുത്തിട്ടുള്ള ഒരു ഡെറിവേഷൻ ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വിളിക്കാം. മനസ്സിലായില്ല? ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിൻ്റെ ഒരു ലോ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഡെറിവേഷനാണ്. ഈ ഡെറിവേഷൻ സാധാരണ ചോദിക്കൽ വളരെ അപൂർവമാണ്, എങ്കിലും ഡെറിവേഷൻ മനസ്സിലാക്കിയിരിക്കണം. ഫൈനൽ ഇക്വേഷൻ ബൈ ഹാർട്ട് ആയിരിക്കണം. ദെൻ അനദർ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദി ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കോൾഡ് ചേസിസ് ഇക്വേഷൻ. ചേസിസ് ഇക്വേഷൻ എന്താണ്? ചേസിസ് ഇക്വേഷൻ പറയുന്നത് V ഈസ് ഈക്വൽ ടു C ഇൻറ്റു റൂട്ട് MI. M സ്മോൾ ലെറ്റർ M ഇൻറ്റു I. V ഈസ് ഈക്വൽ ടു C റൂട്ട് MI എന്ന് പറയും. എന്താണ് V? V ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ഫ്ലോ. വെലോസിറ്റി ഓഫ് ഫ്ലോ. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എവിടെയും ഡയറക്റ്റായിട്ട് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ HF എന്ന് കാണാൻ പറ്റില്ല, ഡയറക്റ്റ് കാണാൻ പറ്റില്ല. അപ്പോൾ V വെലോസിറ്റി, C
ചേസിസ് കോൺസ്റ്റൻറ്റ്. ചേസിസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയും. എം, സ്മോൾ ലെറ്റർ എം ഇൻറ്റു ഐ. എന്താണ് എം? എം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദ ഫ്ലോ ആൻഡ് ദ പെരിമീറ്റർ. അപ്പോൾ ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദ ഫ്ലോ എന്താണ്? പൈ ഡി സ്ക്വയർ ബൈ 4 ഇഫ് ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്. പെരിമീറ്ററോ പൈ ഡി. അപ്പോൾ ഫോർ എ സർക്കുലർ പൈപ്പ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് സ്മോൾ ലെറ്റർ എം ഇസ് ഈക്വൽ ടു പൈ ഡി സ്ക്വയർ ബൈ 4 ഡിവൈഡ് ബൈ പൈ ഡി ഇസ് ഈക്വൽ ടു ഡി ബൈ 4 എന്ന് കിട്ടും എം. ആൻഡ് വാട്ട് ഈസ് ഐ? ഐ ഈസ് നത്തിങ് ബട്ട് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ്. ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് വിച്ച് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ head loss due to friction HF and length of the pipe HF by L. അപ്പോൾ ആ ഐക്ക് പകരം HF by L-ഉം എമ്മിന് പകരം D by 4-ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് എന്ത് കണ്ടുപിടിക്കണം? HF, head loss due to friction കണ്ടുപിടിക്കണം. അതാണ് ചേസിസ് ഫോർമുല. അപ്പോൾ ചേസിസ് ഫോർമുലേൻ്റെ അതാണ് കൊടുത്തിരിക്കുന്നത്. എം എന്നാണെന്ന് ഹൈഡ്രോളിക് മീൻ ഡെപ്ത്, D by 4 ആണ്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HF by L ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ബൈ ഹാർട്ടായിരിക്കണം. ഇതിൻ്റെയും ഡെറിവേഷൻ ഒന്ന് വേണം. ഇതിൻ്റെ ഡെറിവേഷൻ വളരെ എളുപ്പമാണ്. ഡാർസിസ് ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പകുതി സ്റ്റെപ്പിൽ നിന്ന് ഒരു ചെറിയ ഡൈവേഷൻ എടുത്തു കഴിഞ്ഞാൽ ചേസിസ് ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇതാണ് ചേസിസ്. ദെൻ മൈനർ ലോസസ്. ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ മൈനർ ലോസസ് ഏതൊക്കെയാണ്? മൈനർ ലോസസ് ഒന്ന് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെൻറ്റ്. ഇതാണ് സഡൻ എൻലാർജ്മെൻറ്റിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. സഡൻ എൻലാർജ്മെൻറ്റ് കണ്ടോ? അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? HL ലോസ് ഓഫ് ഹെഡ് ഇസ് ഈക്വൽ ടു V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ബൈ 2G. V1 ആ ചെറിയ ഏരിയയിലേത്, V2 വലിയ ഏരിയയിലത്തെ വെലോസിറ്റി. ഇതാണ് അതിൻ്റെ ID കറൻസ് ഫോം ചെയ്യുന്ന ആ കോർണറിലാണ് ഫോം ചെയ്യുക പെട്ടെന്ന് സഡൻ എൻലാർജ്മെൻറ്റ്. ദെൻ ദിസ് ഈസ് സഡൻ കോൺട്രാക്ഷൻ. സീ ദ സഡൻ കോൺട്രാക്ഷൻ. അതിൻ്റെ ആ പാറ്റേൺ നോക്കുക. സഡൻ കോൺട്രാക്ഷൻ്റെ ഇതാണ് അതിൻ്റെ പാറ്റേൺ. ID കറൻസ് ഫോം ചെയ്യുന്നത് കണ്ടില്ലേ? സോ V2 ഇസ് ദ വെലോസിറ്റി ഇൻ ദ സ്മോളർ പൈപ്പ്. സ്മോളർ പൈപ്പിലെ വെലോസിറ്റിയാണ് നമുക്ക് ഇക്വേഷനിൽ വേണ്ടത്. ഇതിൻ്റെ ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ ജനറൽ ഇക്വേഷനാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. V2 സ്ക്വയർ ബൈ 2G. V2 എന്ന് പറഞ്ഞാൽ സ്മോളർ പൈപ്പിലത്തെ വെലോസിറ്റി ഇൻറ്റു 1 ബൈ CC മൈനസ് 1 ഹോൾ സ്ക്വയർഡ്. ആ CC എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ ആണ്. അത് സാധാരണ 0.62 ആണ്. 0.62. അപ്പോൾ 0.62 നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ റെഡ്യൂസ് ചെയ്ത് കിട്ടും. എങ്ങനെ കിട്ടും? 1 ബൈ 0.62 CCൻ്റെ അടുത്ത് 0.62 കൊടുക്കുക. അപ്പോൾ നമുക്ക് 0.375 V2 സ്ക്വയർ ബൈ 2G എന്നാണ് കിട്ടുക. അങ്ങനെ കിട്ടും. അതിന് നമ്മൾ അപ്രോക്സിമേറ്റ്ലി 0.5 V2 സ്ക്വയർ ബൈ 2G ആയിട്ട് എടുക്കും. അപ്പോൾ ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ സഡൻ കോൺട്രാക്ഷൻ HL ഈസ് ഈക്വൽ ടു 0.5 V2 സ്ക്വയർ ബൈ 2G. ദെൻ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ, ഇത് എല്ലാം ഒന്നിച്ച് കൊടുത്തിരിക്കുന്ന ഒരു സ്ലൈഡാണ്. സഡൻ എൻലാർജ്മെൻറ്റ് അതിൻ്റെ ഇക്വേഷൻ, സഡൻ കോൺട്രാക്ഷൻ അതിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ CC 0.62 ആണ്. 0.62 അല്ല, 0.62. ഓക്കെ. ദെൻ എക്സിറ്റ്, അറ്റ് ദ എക്സിറ്റ് ഓഫ് എ പൈപ്പ്. പൈപ്പിൻ്റെ ഏറ്റവും എക്സിറ്റിലേക്ക് വാട്ടർ അങ്ങ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലോസ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് V സ്ക്വയർ ബൈ 2G, വേർ V ഈസ് ദ വെലോസിറ്റി അറ്റ് ദ എൻഡ് ഓഫ് ദ പൈപ്പ് ലൈൻ, എക്സിറ്റ് പോയിന്റിലെ വെലോസിറ്റി. ദെൻ സഡൻ ഒബ്സ്ട്രക്ഷൻ, തടസ്സങ്ങൾ, ഫ്ലോയിൽ തടസ്സം ഉണ്ടാകുമ്പോൾ ഉള്ളത്. അതിൻ്റെ ഇക്വേഷനാണത് A ഡിവൈഡ് ബൈ A മൈനസ് A. ആ സ്മോൾ എ എന്ന് പറയുന്നത് ഈ ഒബ്സ്ട്രക്ഷൻ്റെ ഏരിയ ആണ്. ക്യാപിറ്റൽ എ പൈപ്പിൻ്റെ ഏരിയ, സ്മോൾ എ ഒബ്സ്ട്രക്ഷൻ എന്താണോ, ഒരു ചെറിയ സർക്കുലർ പ്ലേറ്റകത്തൊക്കെയാണ് ഒബ്സ്ട്രക്ഷൻ എങ്കിൽ, തടസ്സമെങ്കിൽ അതിൻ്റെ ഏരിയ ആണ് സ്മോൾ എ എന്ന് പറയുന്നത്. CC കോഎഫിഷ്യൻ ഓഫ് കോൺട്രാക്ഷൻ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 0.62. ഓക്കെ. ദെൻ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ബെൻഡ് ഇൻ എ പൈപ്പ്, that is K into V square by 2G. K it's a coefficient, a bend coefficient എന്ന് പറയും. പിന്നെ വേരിയസ് പൈപ്പ് ഫിറ്റിങ്സ്, കോഎഫിഷ്യൻ്റ് ഇൻറ്റു V square by 2G. ആ കോഎഫിഷ്യൻ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് പൈപ്പ് ഫിറ്റിംഗ്. വാൽവ് ആണോ എൽബോ ആണോ ഏതാ ഫിറ്റിങ്സ് അനുസരിച്ചിട്ട് ആ കോഎഫിഷ്യൻ്റ് മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇക്വേഷൻസ് കൊടുത്തിരിക്കുന്നത്. സോ ഇൻ പൈപ്പ് ഫ്ലോ we have discussed what is meant by a pipe, what are the energy losses occurs in a pipeline, major loss and minor loss. Major loss is the loss of energy due to friction
and all other losses are under the category of minor losses. Sudden enlargement, sudden contraction at the entrance to a pipe, at the exit of a pipe, obstruction in the path of flow due to bend and due to various other fittings. So due to all these reasons, some energy will be lost, but the magnitude of all these minor losses will be negligible when compared to the energy lost due to friction. So that's why friction loss is the major loss which occurs in the pipeline. For finding the major loss, that is energy or head lost due to friction, there are two equations, that is Darcy's equation and Chase's equation. Darcy's equation is head loss due to friction, HF is equal to 4FL V square by 2GD, and Chase's equation is V is equal to C into root MI, where M is the hydraulic mean depth, which is equal to D by 4 for a circular pipe, and I is equal to HF, head loss due to friction, divided by length of the pipe L. Okay, thank you.